ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് 10,000 രൂപയുടെ ഈ ഒരു RGB ഗെയിമിംഗ് PC ആണ്. അപ്പോൾ ഈ ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് യൂസ്ഡ് പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പുതിയ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് നമ്മളെ ചാനലിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് PC ബിൽഡ് ഗൈഡ് വീഡിയോ കൂടി വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു PC ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോക്കകത്ത് ഇതിൻ്റെ ബിൽഡ് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു PC ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ച പാർട്സ് എന്തൊക്കെ ആണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ 2nd ജനറേഷൻ i3 പ്രൊസസ്സറാണ്. ഇത് 2 കോർ 4 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് തന്നെ 3.10 GHz ആണ്. ഈ ഒരു പ്രൊസസ്സറിനകത്ത് നമുക്ക് ഇൻബിൽഡ് HD 2000 ഗ്രാഫിക്സ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1300 to 1200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സർ കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു കൂളർ മാസ്റ്ററിൻ്റെ CPU കൂളർ കൂടി ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു CPU കൂളർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സറിൻ്റെ കൂടെ കിട്ടുന്ന കൂളർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട മദർ ബോർഡ് എന്ന് പറയുന്നത് H61 മദർ ബോർഡാണ്. പക്ഷേ ഞാനിവിടെ യൂസ്ഡ് മദർ ബോർഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്റലിൻ്റെ H67 എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. രണ്ട് മദർ ബോർഡും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, H61ഉം H67ഉം. പക്ഷേ H67 കുറച്ചുകൂടെ കൂടിയ മദർ ബോർഡാണ്. ഇതിനകത്ത് നമുക്ക് 4 RAM സ്ലോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് i5 i7 പ്രൊസസ്സറോ നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ വെക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മാക്സിമം നിങ്ങൾ യൂസ്ഡ് മദർ ബോർഡ് എടുക്കാതിരിക്കുക, നിങ്ങൾ പുതിയ മദർ ബോർഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാര്യം മദർ ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വാറണ്ടിയും 3 വർഷം നിങ്ങൾക്ക് പുതിയ മദർ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. സോ ഞാനൊരു കുറഞ്ഞ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂസ്ഡ് മദർ ബോർഡ് എടുത്തിരിക്കുന്നത്. ഒരു 1000 രൂപ ആ ഒരു ബഡ്ജറ്റിലാണ് ഈ ഒരു മദർ ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സോ അടുത്ത ഇവിടെ RAM ചൂസ് ചെയ്തിരിക്കുന്നത് ഡൈച്ചിയുടെ 4GB DDR3 1600 മെഗാഹെർട്സിൻ്റെ RAM ആണ്. അപ്പോൾ ഞാനത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1120 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു RAM മേടിച്ചിട്ടുണ്ടായിരുന്നത്. 4GB RAM നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഓഫ്ലൈൻ ഷോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 1200 ഒക്കെ കിട്ടും. ചില ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഓവർ പ്രൈസ് ചെയ്തായിരിക്കും അവർ തരുന്നത്. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാം. സോ അതുപോലെ തന്നെ എൻ്റെ ഓൾറെഡി ഒരു 2GB RAM കൂടെ ഉണ്ടായിരുന്നു DDR3. അതുകൂടി ഞാൻ ഈ ഒരു PC ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. നമുക്കിവിടെ 10,000 രൂപയുടെ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SSD ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഹാർഡ് ഡിസ്ക് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ SSD മാത്രം ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 256GB SSD ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 256GB SSD ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിംസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിന് മിനിമം നമുക്ക് 500GB എങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ WDയുടെ ബ്ലൂ 500GBയുടെ ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1300 1200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 250GBയുടെ SSD കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു 2200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു നോർമൽ SSD കൂടി ഇൻക്ലൂഡ് ചെയ്യാം. 128GBയുടെ SSD എടുക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം 128GBയുടെ SSD നിങ്ങൾക്ക് PC ബൂട്ട് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ PCയിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ 128GB നിറയുന്നതായിരിക്കും. കാര്യം സ്പേസ് വളരെയധികം ടൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് യാതൊന്നും ഒരു സോഫ്റ്റ്വെയറോ അങ്ങനെയുള്ള ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 128GBയുടെ SSD അവോയ്ഡ് ചെയ്യുക. മിനിമം 240GBയുടെ SSD എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. സോ അടുത്തവിടെ ചൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഫ്രണ്ടക്കിൻ്റെ നോർമൽ 500 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. ഇത് 80+ ബ്രോൺസോ അങ്ങനെയുള്ള പവർ സപ്ലൈ എന്നല്ല, വെറും നോർമൽ പവർ സപ്ലൈ ആണ്. സോ അടുത്തത് നമ്മൾ ഈ ഒരു PC ക്യാബിനറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം ചുരുങ്ങിയ കോസ്റ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു RGB ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് 2 ഫ്രണ്ടിൽ RGB ഫാൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടെമ്പേർഡ് ഗ്ലാസ് കൂടി വരുന്നുണ്ട് ഈ ഒരു ക്യാബിനകത്ത്. പക്ഷേ ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വരുന്ന RGB ഫാൻ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. അതിനകത്ത് ഒട്ടും ഇൻടേക്ക് എയർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. വെറും ജസ്റ്റ് ലൈറ്റ് മാത്രമേ ഈ ഒരു ക്യാബിനറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ചുരുങ്ങിയ കോസ്റ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു ചെറിയ ക്യാബിനറ്റ് വിത്ത് ടെമ്പേർഡ് ഗ്ലാസ്. നമുക്ക് APU ബിൽഡ് ചെയ്യാൻ വളരെ നല്ലൊരു ക്യാബിനറ്റാണ്. ഫ്രണ്ടിൽ 2 നല്ല ഇൻടേക്ക് ഫാൻസും അതുപോലെ തന്നെ എക്സോസ്റ്റ് ഒരു ഫാനോട് ഇടുകയാണെങ്കിൽ നല്ലൊരു ക്യാബിനറ്റാണ് നമുക്ക് APU ബിൽഡിന്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഒരു എക്സോസ്റ്റ് ഫാനിന് വേണ്ടിയിട്ട് ഒരു സെബ്രോണിക്സിൻ്റെ RGB ഫാൻ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു RGB ഫാനിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരേ ഒരു കളറിലായിരിക്കും റൺ ചെയ്യുന്നത്. കാര്യം നമുക്കൊരു RGB ഫ്യൂഷൻ സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ഫൈനലി ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ GT 710 DDR3 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഞാൻ OLXൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഏകദേശം ഒരു 1500 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്കൊരു RAM കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആൾ എനിക്ക് RAM കൂടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ RAM വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു മാർക്കിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് നമ്മളുടെ മദർ ബോർഡിലും വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊസസ്സർ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു
ബ്രാക്കറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക. സോ അടുത്തത് നമ്മളുടെ പ്രൊസസ്സറിൻ്റെ മേൽഭാഗത്ത് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു തെർമൽ പേസ്റ്റ് മാക്സിമം സ്പ്രെഡ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ CPU കൂളർ അതിൻ്റെ മേൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഒരു 4 സ്ക്രൂ വളരെ ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അത്യാവശ്യം ടൈറ്റ് ആവണം, ഒരുപാട് ടൈറ്റ് ചെയ്യാനും പാടില്ല. അടുത്തത് നമ്മളുടെ റാം മദർ ബോർഡിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ആ ഒരു മദർ ബോർഡിൽ വരുന്ന ആ ഒരു സ്ലോട്ടിൽ വരുന്ന കട്ടിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ 2 റാം പ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ CPU കൂളറിൻ്റെ വയർ നമുക്കവിടെ കണക്ട് ചെയ്യേണ്ടി വരും. അവിടെ ആ ഒരു മദർ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറെ എങ്ങും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. CPU കൂളറിന് വയർ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്ലോട്ട് മാത്രമേ കാണത്തുള്ളൂ. സോ അടുത്തത് നമ്മൾ ക്യാബിനറ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ പവർ സപ്ലൈ ആണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയുടെ 4 സ്ക്രൂവും അതിലിട്ട് നമ്മളെ ക്യാബിനറ്റിലിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് എടുക്കാം. ഒരു അത്യാവശ്യം നല്ല ഒരു കേബിൾ മാനേജ്മെൻറ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ ഇപ്പുറത്തോട്ട് റൗട്ട് ചെയ്യുന്നത്. കാര്യം വയർ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ക്യാബിൻ്റെ അകത്ത് വളരെ ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വയർ ഇപ്പുറത്തോട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈക്ക് ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത്ത് വളരെയധികം കുറവായിരിക്കും. നമ്മളൊരു 80+ പവർ സപ്ലൈ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നീറ്റായിട്ട് കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത നമ്മളുടെ IO ഷീൽഡാണ്. മദർ ബോർഡിൻ്റെ IO ഷീൽഡ് ഈ ഒരു ക്യാബിനകത്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ മദർ ബോർഡ് ഈ ഒരു ക്യാബിനകത്ത് റിപ്ലേസ് ചെയ്യാം. ഒരല്പം ചെറിയ രീതിയിലൊരു കൺജസ്റ്റഡ് ആണ്. കാര്യം ഇതൊരു ATX മദർ ബോർഡാണ്, M80X മദർ ബോർഡാണ്. ITX മദർ ബോർഡാണ് ഈ ഒരു ക്യാബിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു മദർ ബോർഡിൻ്റെ അറ്റത്തുള്ള സ്ക്രൂ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാനത് വിട്ടുപോയതും കൊണ്ട് ഞാനൊരു സെക്കൻഡറി മദർ ബോർഡ് വെച്ചാണ് ഈ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നത്. അതായത് നമ്മൾ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന 24 പിന്ന് നമ്മളുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതായത് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പിന് മാത്രമേ അത് അലൈൻ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ ക്ലിപ്പ് അതിൻ്റെ അറ്റത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ലോക്ക് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു 4 പിൻ കൂടി നമ്മളെ മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് മാത്രമേ അത് കണക്ട് ആവത്തുള്ളൂ. ഈ ഒരു ചെറിയ ക്ലിപ്പും അവിടെ വരുന്നുണ്ട്. സോ അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ PC ക്യാബിനറ്റിൽ നിന്ന് വരുന്ന കേബിൾസ് ആണ്. അത് നമ്മളെ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ USB-യുടെ ഇത് വരുന്നുണ്ട്. അതായത് നമ്മളുടെ PC ക്യാബിനറ്റിൽ മോൾ ഭാഗത്ത് വരുന്ന USB ഒക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് USB എന്ന് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും മൈക്കിൻ്റെയും ഒക്കെ പോർട്ടുകൾ നമ്മളെ ക്യാബിനറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേബിളാണ് ഈ 2 എണ്ണം കണക്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മളുടെ ക്യാബിനറ്റിൻ്റെ പവർ ബട്ടണും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ബട്ടൻ്റെയും നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു PC ഓൺ ആവത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വേറൊരു ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത്. ഒരു AMD റേഡിയോൻ്റെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ NVIDIA GT710 ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്ലോട്ടിലോട്ട് വെച്ചിട്ട് റാം ഇൻസ്റ്റാൾ ചെയ്ത് കണക്ക് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലോക്ക് വീഴുന്നതായിരിക്കും. അതിനുശേഷം ഗ്രാഫിക്സ് കാർഡിൻ്റെ അറ്റത്ത് വരുന്ന സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്ര സിമ്പിളാണ്. വേറെ വയറോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം ചെറിയ ഗ്രാഫിക്സ് കാർഡിന് അങ്ങനെ പവർ സപ്ലൈയിൽ നിന്ന് വയറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ. പിന്നെ നമ്മളെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന RGB ഫാൻസ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈയിൽ വരുന്ന ഈ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു RGB ഫാനിന് ആ ഒരു കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ അടുത്തത് നമ്മളുടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു എക്സോസ്റ്റ് ഫാൻ, RGB എക്സോസ്റ്റ് ഫാൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സെബ്രോണിക്സിൻ്റെ. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ കൂടെ നമുക്ക് 4 സ്ക്രൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 കണക്റ്റേഴ്സാണ് ഈ ഒരു ഫാനിൽ വരുന്നത്. ഒന്ന് നമ്മളെ മദർ ബോർഡിൽ റെയർ ഫാൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ഫാനിൻ്റെ ഒരു കേബിൾ കണക്ട് ചെയ്യുക. മറ്റേ കേബിൾ നമ്മളുടെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഈ ഒരു സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുക. അത് RGBക്ക് വേണ്ടിയും മറ്റത് ഫാൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന സാറ്റ പവർ കേബിൾ നമ്മളെ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സാറ്റ കേബിൾ കണക്ടർ വരുന്നുണ്ട്, അത് മദർ ബോർഡിൽ നിന്നാണ് വരുന്നത്. അതും നമ്മളെ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡ് നമ്മളുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് ആയാലും SSD ആയാലും നമ്മൾ കണക്ട് ചെയ്യേണ്ട വയേഴ്സ്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ചെറിയ രീതിക്ക് ഞാൻ കേബിൾ മാനേജ്മെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ഈ ഒരു ക്യാബിനറ്റിനകത്ത് ഞാൻ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.